ലാലിസത്തിന് നൽകിയ പണം തിരികെ നൽകുമെന്ന് മോഹൻലാൽ. 1,60,00,000 രൂപയാണ് മോഹൻലാൽ തിരികെ നൽകുന്നത്. പണം തിരികെ നൽകുമെന്ന് മോഹൻലാൽ ഇമെയിൽ വഴിയാണ് സർക്കാരിനെ അറിയിച്ചത്. വിമർശനങ്ങൾ ദുഃഖിപ്പിക്കുന്നുവെന്നും മോഹൻലാൽ അറിയിച്ചു. ലാലിസം ഉയർത്തിയ വിവാദങ്ങൾക്കൊടുവിൽ 2 ദിവസത്തെ മൗനത്തിനു ശേഷമാണ് മോഹൻലാൽ വാങ്ങിയ മുഴുവൻ പണവും തിരികെ നൽകാമെന്ന് കാട്ടി സംസ്ഥാന സർക്കാരിന് ഇമെയിൽ സന്ദേശം അയച്ചത്. സന്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും കത്ത് ഗൗരവമായി പരിഗണിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തു. കത്തിന്റെ സാരാംശം ഇങ്ങനെയാണ്: ഓരോ മലയാളിയുടെയും സ്നേഹവും കരുതലും പ്രാർത്ഥനയും വാത്സല്യവുമാണ് കഴിഞ്ഞ 36 വർഷങ്ങളായി എന്നെ ഞാനായി നിലനിർത്തുന്നത് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഈ കുറിപ്പ് എഴുതുന്നത് എന്ന് തുടങ്ങുന്ന ലാൽ, അവസാന നിമിഷം അതുവരെ ആസൂത്രണം ചെയ്ത വലിയൊരു സംഗീത വിരുന്ന് നടക്കാതെ പോകുമെന്ന് വന്നപ്പോൾ അധികാരികൾ എന്നെ വിളിച്ച് ഞാൻ ഏറെ താല്പര്യത്തോടെ തയ്യാറെടുത്തുവന്ന ലാലിസം എന്ന ഷോ ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കാനാകുമോ എന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. യാതൊരു പ്രതിഫലവും പറ്റാതെ ഈ 2 പരിപാടികളിലും പങ്കെടുത്ത് കായിക കലയുടെ മഹാമേളയോടുള്ള എന്റെ വിനീതമായ പ്രതിബദ്ധത പ്രകാശിപ്പിക്കാനായിരുന്നു എന്റെ തീരുമാനം എന്ന് ലാൽ പറയുന്നു. ഈ പരിപാടികളിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്കും അണിയറ പ്രവർത്തകർക്കും പ്രതിഫലം നൽകേണ്ടതുണ്ട്. അതിന് അവർ പറഞ്ഞ തുക വാങ്ങുക മാത്രമായിരുന്നു ചെയ്തത്. അതായത് 1,60,00,000 രൂപ. ഏറ്റവും നല്ല ഉദ്ദേശത്തോടെ ചെയ്ത കർമ്മത്തെ വളരെ നിസ്സാരമായി നിരുത്തരവാദപരമായി കളങ്കപ്പെടുത്തിയത് എന്നെ അഗാധമായി വ്യസനിപ്പിച്ചു എന്ന് ലാൽ പറയുന്നു. ഞാൻ സർക്കാരിന്റെ പണം അവിഹിതമായി കൈപ്പറ്റിയെന്ന് ആരോപിക്കുന്നവരോട് എനിക്ക് പരിഭവമോ പരാതിയോ ഇല്ല. പക്ഷേ എന്നെപ്പറ്റി പ്രേക്ഷകരുടെ ഉള്ളിൽ സംശയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടാകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സർക്കാരിൽ നിന്നും ഞാൻ കൈപ്പറ്റിയ മുഴുവൻ തുകയും 1,63,77,600 രൂപ ഞാൻ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ചുവടെ ഇനം തിരിച്ച് കൈപ്പറ്റിയ പണത്തിന്റെ ലിസ്റ്റും അദ്ദേഹം നൽകിയിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സംഘാടക സമിതിയാണ് TK രാജീവ് കുമാറിന്റെയും പ്രിയദർശന്റെയും സാന്നിധ്യത്തിൽ ലാലിസം ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. അതേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഴുവൻ ഉത്തരവാദിത്വവും ലാലിന്റെ മേൽ കെട്ടിവെച്ച് കൈയൊഴിയുകയും ചെയ്തു. ദുരൂഹതകൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്. ശുംഭൻ പ്രയോഗത്തിൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് MV ജയരാജനെ ജയിലിൽ അടച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ജയരാജനെ അടച്ചത്. ജുഡീഷ്യൽ രജിസ്ട്രാർ മുൻപാകെ കീഴടങ്ങിയ ജയരാജൻ തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന് പൗരാവകാശ സ്വാതന്ത്ര്യത്തിനായി പോരാടുമെന്നും വ്യക്തമാക്കി. വൈകിട്ട് 5:30 MV ജയരാജനെയും വഹിച്ചുള്ള പോലീസ് വാഹനം പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയത്. CPIM നേതാക്കളും പ്രവർത്തകരും ജയിലിനു മുന്നിൽ അഭിവാദ്യമർപ്പിച്ചു. ഹൈക്കോടതി ജുഡീഷ്യൽ രജിസ്ട്രാർക്ക് മുമ്പാകെ രാവിലെ 11:40 ജയരാജൻ ഹാജരായത്. 5 മിനിറ്റ് കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. പൗരസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് MV ജയരാജൻ പീപ്പിളിനോട് പറഞ്ഞു. ഞാൻ അഴിമതി നടത്തിയിട്ടോ കട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ അല്ല ജയിലിലേക്ക് പോകുന്നത്. പൗരാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ജയിൽവാസം. അതുകൊണ്ട് തന്നെ ജയിലിൽ വെച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഉണ്ടാവേണ്ടുന്ന എല്ലാ സദ്ഗുണങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ പൗരസ്വാതന്ത്ര്യങ്ങൾ എവിടെയൊക്കെ നിഷേധിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ പൊരുതാനുള്ള ആത്മവിശ്വാസവും കരുത്തുമായി ഇറങ്ങി വരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജയിലിൽ പ്രത്യേക അവകാശങ്ങൾ വേണ്ടെന്നാണ് ജയരാജന്റെ നിലപാട്. ആശുപത്രി ബ്ലോക്കിലാണ് ജയരാജന് സെൽ അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. 10 ബാറുകളുടെ ലൈസൻസ് പുതുക്കാൻ കൂടുതൽ തുക ഈടാക്കിയെന്ന് ഹൈക്കോടതിയിൽ ബാർ ഉടമകൾ. കോടതി വിധി നടപ്പാക്കിയതായി സർക്കാർ കോടതിയെ അറിയിച്ചു. ഉടമകളുടെ പരാതി പരിശോധിക്കാൻ കേസ് ബുധനാഴ്ചത്തേക്ക് മാറ്റി. അതേസമയം ബാർകോഴ കേസിൽ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ വിജിലൻസിന് ലോകായുക്തയുടെ നിർദ്ദേശം. അടുത്ത മാസം 23-ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് M. പോളിനും അന്വേഷണ ഉദ്യോഗസ്ഥൻ R. സുകേഷിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് കണ്ടതിന് ശേഷം കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ബാർകോഴയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഖാലിദ് മുണ്ടപ്പള്ളി നൽകിയ ഹർജിയിലാണ് ലോകായുക്ത ഉത്തരവ്. ബാർകോഴയിൽ രാജി ആവശ്യപ്പെട്ട കെ മാണിയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിലും ജലപീരങ്കി പ്രയോഗത്തിലും നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഒരാൾക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കുണ്ട്. ഷിബിൻ വധക്കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. തെയ്യമ്പാടി ഇസ്മയിൽ, മുനീർ, അസ്ലാം എന്നിവരാണ് പിടിയിലായത്. ഇവർ ഗൂഢല്ലൂരിൽ ഒളിവിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. നാദാപുരം CIക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഗൂഢല്ലൂരിൽ വെച്ചാണ് മുഖ്യപ്രതികളായ 3 പേർ പോലീസ് പിടിയിലായത്. ഒന്നാം പ്രതി തെയ്യമ്പാടിയിൽ ഇസ്മയിൽ, സഹോദരൻ മുനീർ, കൂട്ടുപ്രതി അസ്ലം എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ഇവർക്കായി നേരത്തെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി വടകര റൂറൽ SP മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പം 3 പേരെ പ്രധാനപ്പെട്ട ആളുകളെയും കൂടി അറസ്റ്റ് ചെയ്തപ്പോൾ 11 പേരായി. 2 പേരെ കൂടി കിട്ടാണ്. 2 പേരെ കൂടി
അതിനുള്ള ശ്രമം ഊർജിതമായിട്ട് നടത്തി വരുന്നുണ്ട്. ഇവരൊക്കെ തെളിവെടുപ്പിന് ശേഷം നാദാപുരം കോടതിയിൽ ഹാജരാകും. കഴിഞ്ഞ 22-ന് രാത്രിയാണ് CPM പ്രവർത്തകനായ ഷിബിനെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 7 പേരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാറ്റൂർ കേസിൽ മാധ്യമങ്ങൾക്കും ഹർജിക്കാരനും ലോകായുക്തയുടെ വിമർശനം. കേസിൽ മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ട്. വസ്തുതാപരമല്ലാത്ത വാർത്തകൾ നൽകുന്നു. കേസ് തീർപ്പാക്കുന്നതിൽ ആരൊക്കെയോ ചേർന്ന് തടസ്സം നിൽക്കുന്നതായും ലോകായുക്ത. ADGPയുടേതായി ഒരു റിപ്പോർട്ട് പാറ്റൂർ കേസിലില്ല. 4 വകുപ്പുകളുടെ അന്വേഷണം ഏകോപിപ്പിക്കുക മാത്രമാണ് ADGP ചെയ്തതെന്നും ലോകായുക്ത. മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും പങ്ക് അന്വേഷിക്കണമെന്ന ഹർജി പരിഗണിക്കുന്നത് 6-ാം തീയതിയിലേക്ക് മാറ്റി. സോളാർ കേസിൽ CPM നേതാക്കൾ കമ്മീഷന് മുൻപാകെ തെളിവ് നൽകുമെന്ന് CPM PB അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. താൻ ഈ മാസം 26-ന് ഹാജരാകുമെന്നും കോടിയേരി അറിയിച്ചു. സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് താൻ ഈ മാസം 13-ന് കമ്മീഷന് മുന്നിൽ ഹാജരായി തെളിവ് നൽകുമെന്ന് ഡോക്ടർ തോമസ് ഐസക്കും വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഉയർന്നു വന്ന ആക്ഷേപങ്ങളെല്ലാം പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കമ്മീഷനുമായിട്ട് സഹകരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഫെബ്രുവരി മാസം ഒടുവിൽ കമ്മീഷൻ മുമ്പിൽ ഹാജരാകണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ ഫെബ്രുവരി 26-ാം തീയതി കമ്മീഷൻ മുമ്പിൽ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് കമ്മീഷൻ മുമ്പിൽ ഹാജരാകും. നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അത് സംബന്ധിച്ച മുഴുവൻ തെളിവുകളും കമ്മീഷൻ മുമ്പിൽ സമർപ്പിക്കും. കമ്മീഷൻ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഓഫീസിനെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരിക മാത്രമല്ല, അവരോട് തെളിവ് ശേഖരിക്കുന്നതിനും തീരുമാനിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നേരത്തെ എടുത്തിരുന്ന ഒരു ധാരണക്ക് സാങ്കത്യം ഇല്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കിപ്പം നോട്ടീസ് കിട്ടി ഞാൻ പോകുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. വേറെ ആർക്കൊക്കെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ഗൗരവമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിയ നിയമസാമാജികരെയൊക്കെ ഒരുപക്ഷെ തെളിവിനായിട്ട് കമ്മീഷൻ വിളിച്ചേക്കാം. 13 വർഷങ്ങൾക്ക് ശേഷം ഗുസ്തി ഗോദയിൽ കേരളത്തിന്റെ പെൺമികവ്. ഗുസ്തിയിൽ ഹരിയാന കുതിപ്പ് തുടർന്ന 2-ാം ദിനം റിപ്പാഷെ ഗ്രൗണ്ടിൽ എതിരാളി മലർത്തിയടിച്ചാണ് അഞ്ജുമോൾ ജോസഫ് കേരളത്തിന് വെങ്കലം സമ്മാനിച്ചത്. ഗോദയിൽ വരും വർഷങ്ങൾ കേരളത്തിന്റേതെന്ന് സുശീൽ കുമാർ. ദേശീയ ഗെയിംസിൽ ഗുസ്തി ഗോദയിൽ 2-ാം ദിവസവും ഹരിയാനയുടെ കരുത്തു തുടരുമ്പോൾ കേരളത്തിന് പ്രതീക്ഷയുമായി വെങ്കല ജേതാവായി ഈരാറ്റുപേട്ടയിലെ അഞ്ജുമോൾ ജോസഫ്. 13 വർഷത്തിന് ശേഷമാണ് ഗുസ്തിയിൽ കേരളത്തിന് മെഡൽ നേട്ടമുണ്ടാകുന്നത്. അതും 2002-ലെ ജേതാവ് ജാസ്മിൻ ജോർജിന്റെ അരുമ ശിഷ്യ. ദേശീയ ഗെയിംസ് ഗുസ്തിയിൽ 6 ഇനങ്ങളിലായി 6 താരങ്ങളാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്തത്. S. സഞ്ജീവ്, KS സുബിൻ, ശാന്തിനി ബാബു, സ്റ്റെബിൻ ജോസഫ്, S. ധനീഷ് എന്നിവർ പ്രാഥമിക റൗണ്ടിൽ തന്നെ പുറത്തായി. ആദ്യ റൗണ്ടിൽ മഹാരാഷ്ട്രയുടെ അശ്വിനിയെ മലർത്തിയടിച്ചാണ് അഞ്ജുമോൾ ജോസഫ് കുതിപ്പ് തുടങ്ങിയത്. ക്വാർട്ടറിൽ ഡൽഹിയുടെ അന്തർദേശീയ താരം ജ്യോതിയോട് പരാജയം ഏറ്റുവാങ്ങി. 75 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ റിപ്പാഷെ റൗണ്ടിൽ അവസരത്തിനൊത്തുയർന്ന അഞ്ജു വെങ്കലം നേടുകയായിരുന്നു. എതിരാളിക്ക് ഒരവസരം പോലും നൽകാതെ 2.22 മിനിറ്റിൽ 6-0 അഞ്ജുവിന്റെ വിജയം. അതേസമയം അഞ്ജുവിന്റെ നേട്ടത്തിലെ പ്രതീക്ഷ ഉയർത്തിക്കാട്ടി കേരളത്തിന് ഗുസ്തിയിൽ നല്ല നാളുകളാണ് വരാനിരിക്കുന്നതെന്ന് ഒളിമ്പ്യൻ സുശീൽ കുമാർ പറഞ്ഞു. केरल बहुत अच्छा कर रहा है. अभी जो बच्ची है हमारी बहुत अच्छी, उसने फाइट जीती है. अभी मेरे ख्याल से ऐसे ही आप लोग सपोर्ट करोगे रेसलिंग को तो आने वाला टाइम रेसलिंग का बहुत अच्छा रहेगा केरल से. ഈരാറ്റുപേട്ട മൂന്നിലവ് കിളിരൂർ പറമ്പിൽ ജോസഫ് സിനി ദമ്പതികളുടെ മകളാണ് അഞ്ജുമോൾ. CMS കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അഞ്ജു. ഗുരുവിനെ പിന്തുടർന്നുള്ള മെഡൽ നേട്ടത്തിൽ ഏറെ സന്തോഷവതിയാണ് ഈ 18-കാരി. എനിക്കത് സന്തോഷം തോന്നുന്നുണ്ട്. കേരളത്തിന് വേണ്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു മെഡൽ കൊടുക്കാതെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് എൻ്റെ മിസ്സിന് ശേഷം എന്നെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കോട്ടയത്ത് ജാസ്മിൻ ജോർജാണ്. ആ മിസ്സിന് ശേഷം ഒരു മെഡൽ വരാമെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. 2012-ലെ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം, അഖിലേന്ത്യാ ഇന്റർ യൂണിവേഴ്സിറ്റി മീറ്റിൽ വെങ്കലം തുടങ്ങി നേട്ടങ്ങളുടെ മെഡൽ പട്ടികയിൽ ഏറെയുണ്ട് കർഷക കുടുംബത്തിൽ നിന്നും ഗോദയിലിറങ്ങിയ ഈ പെൺകരുത്തിന്റെ പേര്. മുണ്ടയാട്ടെ ഗുസ്തി ഗോദ ഇന്ന് കേരളത്തിന് ആശ്വാസം പകരുന്നതായിരുന്നു. മുണ്ടയാട്ടിൽ നിന്നും ക്യാമറാമാൻ ജൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.